ജ്യോതികുമാർ ചാമക്കാല, അപ്പോ കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി സംസ്ഥാനത്ത് പലയിടത്ത് അങ്ങ് തലസ്ഥാന നിവാസിയാണ് ഇവിടെ അടക്കം ഉണ്ടാകുന്ന അപ്രഖ്യാപിതമായ ഈ വൈദ്യുതി പ്രതിസന്ധി പ്രശ്നം, പവർ കട്ട്, അത് അങ്ങനെ തന്നെ ചിലപ്പോൾ തുടരേണ്ടി വരും. KSEBക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇവിടെ ശ്രീ MG സുരേഷ് കുമാർ പറഞ്ഞത്, തുടക്കത്തിൽ അദ്ദേഹം താങ്കൾ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ലോഡ് ഷെഡിംഗ് ഇല്ല എന്നുള്ളതാണ്. ശരിയാണ്, ലോഡ് ഷെഡിംഗ്, പ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഇല്ല, പക്ഷേ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഉണ്ടാകുന്നുണ്ട്. അത് എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ കറണ്ടിന്റെ ലഭ്യതക്കുറവ് കൊണ്ടല്ല, മറിച്ച് ഞങ്ങളുടെ സിസ്റ്റത്തിന് താങ്ങാവുന്നതിലധികം ഉപഭോഗം ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞത്. അപ്പോൾ സിസ്റ്റത്തിന് താങ്ങാവുന്നതിന് അപ്പുറത്തേക്കുള്ള ഉപഭോഗം എങ്ങനെ ഉണ്ടാകുന്നു? ആ ഉപഭോഗം ഉണ്ടാകുന്നതിന് താങ്ങാനുള്ള ശേഷി ഈ സിസ്റ്റത്തിന് ഉണ്ടാകേണ്ടതല്ലേ? KSEB ഇന്നലെയോ മിനിഞ്ഞാന്നോ തുടങ്ങിയ ഒരു സ്ഥാപനമല്ലല്ലോ. KSEBയെ സംബന്ധിച്ച് ഓരോ വർഷവും ഉണ്ടാകാനിടയുള്ള ഇൻക്രീസ്, അതിന്റെ പവർ കൺസംഷനിലെ ഇൻക്രീസിനെ സംബന്ധിച്ച് നല്ല ബോധ്യപ്പെടേണ്ടവർ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മുൻകാലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് തന്നെ. പലപ്പോഴും ലോഡ് ഷെഡിംഗ് ഉണ്ടായിട്ടുള്ളത് പീക്ക് അവേഴ്സിൽ കറണ്ടിന്റെ ലഭ്യത കുറവ് മൂലമാണ്. ഇപ്പോൾ സോളാർ എനർജിക്കൊക്കെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെടെ രാജ്യത്തെല്ലാ ഭാഗത്തും ഇത്തരത്തിൽ സോളാർ എനർജിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നോൺ കൺവെൻഷണൽ എനർജി സോഴ്സുകൾ ഒരുപാട് കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എനർജിയുടെ ലഭ്യതയെ സംബന്ധിച്ച് തർക്കമില്ല. ഇനി കറണ്ട് പൈസ കൂടുതൽ കൊടുത്താലെങ്കിലും പീക്ക് അവേഴ്സിൽ നമുക്ക് കറണ്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ സമയത്ത് നമ്മുടെ KSEBയുടെ കൈവശമുള്ള ഈ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് താങ്ങാവുന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ഉപഭോഗം വരുന്നു. ഈ ഉപഭോഗം മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല വൈദ്യുതി ബോർഡിന് എന്നത് മാത്രമാണ് ഇതിന്റെ പ്രധാന പ്രശ്നം. എന്നത് മാത്രമെന്ന് പറയുമ്പോൾ അത് ഗൗരവമുള്ള ഒരു വീഴ്ചയാണ് KSEBയെ സംബന്ധിച്ച്. ഇത്തരത്തിൽ ഇപ്പോൾ എന്താ പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം 5000 അധികം വന്നിട്ടുണ്ട്. എന്താ പെർ ഡേ കൺസംഷൻ 5024 മെഗാവാട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം 5797 മെഗാവാട്ട് വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അവർ പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു 14% അല്ലെങ്കിൽ 15% ഇൻക്രീസ് ഉണ്ടായപ്പോൾ അത് ഞങ്ങളുടെ സിസ്റ്റത്തിന് താങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ഇത്തരത്തിൽ ഇൻറ്ററപ്റ്റ് ചെയ്യപ്പെട്ട് പോകുന്നതാണ്. അതിന് വീണ്ടും ലോഡ് കുറഞ്ഞാലേ തിരിച്ച് വീണ്ടും അതിനെ ചാർജ് ചെയ്യാൻ കഴിയൂ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഈ 15% ഹൈക്ക് വന്നപ്പോഴും ഇത് നിലനിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോയി? മാത്രമല്ല, ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു 15% ഇൻക്രീസ് ഉണ്ടാകുമെന്ന് KSEBക്ക് ബോധ്യപ്പെടാതെ പോയി. KSEBയെ സംബന്ധിച്ച് അവർ എപ്പോഴും കരുതുന്ന പോലെ ഇപ്രാവശ്യവും കരുതിയത് ഒരു വേനൽ മഴ കിട്ടും, ആ വേനൽ മഴയിലൂടെ വീണ്ടും ഇതിനെല്ലാം പരിഹാരമുണ്ടാകും, ചൂട് കുറയും, ഇത്രയേറെ ചൂടുണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. ഒരു ഭാഗത്ത് ന്യായവുമാണ്. അതിനപ്പുറത്തേക്കുള്ള കാരണങ്ങളോ, ഇത്തരത്തിലൊരു 15% ഇൻക്രീസ് ഉണ്ടായാൽ അത് താങ്ങാനുള്ള നമ്മുടെ സിസ്റ്റത്തിൽ വേണ്ടത്ര ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൽ എൻഹാൻസ്മെന്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അതിന് പരിപൂർണമായ ഉത്തരവാദിത്വം KSEBക്കല്ലേ? അപ്പോൾ എന്താ പ്രശ്നം ഇവിടെ? കൺസംഷനെ സംബന്ധിച്ച് പറയുന്നു, നമുക്ക് തന്നെ ബോധ്യപ്പെടുന്നത്, കോമൺ സെൻസ് വെച്ചുകൊണ്ട് സാധാരണക്കാർക്ക് ബോധ്യപ്പെടുന്നതാണ്. ഇപ്പോൾ കറണ്ട് സ്വാഭാവികമായിട്ടും നമുക്കറിയാം, പുരപ്പുറത്ത് ഉണ്ടാക്കുന്ന സോളാർ വൈദ്യുത പദ്ധതികൾ ഉണ്ടാക്കുന്ന കറണ്ട് സ്വാഭാവികമായും പകൽ സമയത്താണ്, സൂര്യനുള്ളപ്പോഴാണ് കറണ്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അത് ഗ്രിഡിലേക്ക് കൊടുക്കുന്നത് പകൽ സമയത്താണ്. എന്നാൽ പകൽ സമയത്ത് കറണ്ടിന് വില കുറവുമാണ്. കറണ്ടിന് വില കുറവായിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഉപഭോക്താക്കൾ നൽകുന്നു. അവരെ സംബന്ധിച്ചോ അവർക്ക് ടാരിഫിൽ ഡിഫറൻസ് ഇല്ലാതെ, അതായത് പെർ യൂണിറ്റ് താരിഫിൽ ഒരു ഡിഫറൻസും ഇല്ലാതെ രാത്രി കാലങ്ങളിലും ഇതേ കറണ്ട് തന്നെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു. എന്ന് വെച്ചാൽ 1 രൂപ പോലും കൊടുക്കാതെ അവരുടെ സോളാർ സിസ്റ്റത്തിലൂടെ പകൽ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് ഗ്രിഡിലേക്ക് കൊടുക്കുകയും വൈകുന്നേരം അതേ കറണ്ട് തന്നെ അവർക്ക് തിരിച്ചെടുത്ത് അത്രയും യൂണിറ്റിന് തത്തുല്യമായത് അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു. അതിലൂടെ അവർക്ക് ലാവിഷായി കറണ്ട് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളൊരു വസ്തുത ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് KSEBക്ക് മുൻകൂട്ടി കാണാൻ കഴിയാതിരുന്നത് ആരുടെ കുറ്റമാണ്? രണ്ടാമത്തേത്, ഇലക്ട്രിക് വെഹിക്കിളുകളുടെ ചാർജിങ് സ്വാഭാവികമായും രാത്രികാലങ്ങളിലാണ്. ഉപയോഗമൊക്കെ കഴിഞ്ഞിട്ട്, യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് രാത്രി ചാർജിനിടും, രാവിലെ വരെ ചാർജിങ്ങിനിടും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഈ പീക്ക് അവേഴ്സിൽ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റിയുടെ കൺസംഷൻ കൂടുന്നു. ഈ 2 കാര്യങ്ങളെ സംബന്ധിച്ച് പോലും കേരളത്തിലെ KSEBക്ക് ഒന്ന് ബോധ്യപ്പെടാനും അതിനനുസരിച്ച് അവരുടെ സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ അവരുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലും ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലും വേണ്ട ചേഞ്ചുകൾ, അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെന്റ്, അല്ലെങ്കിൽ അതിൻ്റെ എൻഹാൻസ്മെന്റ് നടത്തുവാനും കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന് ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? അത് KSEB തന്നെ ഉത്തരവാദിത്വം. അടിസ്ഥാനപരമായി അതിനെന്താ കാരണം? അതിന് കാരണം സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. അപ്പോൾ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയുടെ ബാക്കി പത്രമാണ് ഇപ്പോൾ KSEBയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങും. ഞാനിത് പറയാൻ കാരണം ഈ വർഷം 2024 ജനുവരി മാസം തന്നെ ഇത്തരത്തിലുള്ള എല്ലാ മെയിൻ്റനൻസ് എല്ലാ വർക്കുകളും
പ്രയോറിറ്റി തീരുമാനിക്കണമെന്നും കൂടുതൽ പുതിയ വർക്കുകൾ ആരംഭിക്കേണ്ടതില്ല എന്നും പറഞ്ഞുകൊണ്ട് KSEBയുടെ CMD കത്ത് നൽകിയിട്ടുണ്ട് ബോർഡ് മെമ്പർമാർക്ക്. ആ കത്തിൽ പറയുന്നത് പരമപ്രധാനമായി പറയുന്നത് ഈ പറയുന്ന എന്താ പറയുന്നത് മൺസൂൺ വരാൻ താമസിക്കുന്നതും, രണ്ടാമത്തേത് പിന്നെ ഏറ്റവും പരമപ്രധാനമായി പറയുന്നത് പവർ പർച്ചേസ് എഗ്രിമെന്റ് UDF സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയിരുന്ന പവർ പർച്ചേസ് എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തതിലൂടെ കോടാനുകോടിയുടെ നഷ്ടമുണ്ടാകുന്നു എന്നുള്ളതാണ്. ആ നഷ്ടം വരുത്തി വെച്ചത് ഇതേ സർക്കാർ തന്നെയാണ്. അപ്പോൾ ആ രീതിയിലുള്ള നഷ്ടം ഒരു ഭാഗത്ത്, രണ്ടാമത് വന്നിട്ടുള്ളത് മൺസൂൺ പ്രതീക്ഷിച്ചത്ര കിട്ടാതിരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ വേനൽമഴ കിട്ടാതിരിക്കുന്നതുകൊണ്ട്, മൂന്നാമത്തേത് പൊതുമേഖലാ സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും പിരിച്ചു കിട്ടാനുള്ള തുകയെ സംബന്ധിച്ച്. അപ്പോൾ ആദ്യത്തേത് 3 രൂപ 90 പൈസയ്ക്ക് 60 പൈസയ്ക്കോ 4 രൂപ 29 പൈസയ്ക്കോ ഒക്കെ പെർ യൂണിറ്റിന് ലഭിച്ചുകൊണ്ടിരുന്ന വൈദ്യുതി വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് ഇപ്പോൾ 12 രൂപയ്ക്കും 14 രൂപയ്ക്കുമാണ് പെർ യൂണിറ്റ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണക്കാർ ഈ KSEBയും ഈ റെഗുലേറ്ററി കമ്മീഷൻ തന്നെയാണ്. റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെയും പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ചയുടെ ഭാഗമായിട്ട് പവർ പർച്ചേസ് എഗ്രിമെന്റ് ഉൾപ്പെടെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാന സർക്കാരിനെ ബാധിച്ചതുപോലെ തന്നെ KSEBയും ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ കുറേ നാളുകളായി ഈ സിസ്റ്റത്തിൽ ഉണ്ടാക്കേണ്ട ഇംപ്രൂവ്മെൻറ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ എൻഹാൻസ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചെയ്യേണ്ടതില്ല എന്ന് ബോർഡ് തന്നെ തീരുമാനിച്ചതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഉണ്ടാകുന്നത്. ഇത് സർക്കാർ വരുത്തിവെച്ച വിനയാണ്.